അതായത് പഴയ മോദി അസ്തമിച്ചിരിക്കുന്നു, പഴയ BJPയും പഴയ NDAയും അസ്തമിച്ചിരിക്കുന്നു. ഇതൊരു പുതിയ വേർഷനാണ്. മുമ്പ് കണ്ടതുപോലെ ഒന്നും രണ്ടും മോദി സർക്കാരിൽ കണ്ടതുപോലെയുള്ള വലിയ റവല്യൂഷണറി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ സാധ്യമല്ല. 19 സീറ്റാണ് ഇപ്പോൾ ഒഴിവുള്ളത്, 19 സീറ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ, ഇനിയിപ്പോൾ ഉടനെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരും, അതിലെന്തായാലും ഒരു 10 സീറ്റെങ്കിലും BJPക്ക് കിട്ടും. അപ്പോൾ കിട്ടിയാലും ഈ പറയുന്ന ഭൂരിപക്ഷം കിട്ടില്ല, BJPക്ക് കിട്ടില്ല. ഇപ്പോൾ 101 NDAയുടെ കക്ഷി നില രാജ്യസഭയിൽ, NDAയുടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, BJP NDA ഘടകകക്ഷികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ 113 സീറ്റാണ് ഈ ഗോൾഡൻ നമ്പർ എന്ന് പറയുന്നത്, മജോറിറ്റി ബെഞ്ച് മാർക്ക്, മാജിക് നമ്പർ. അപ്പോൾ 113 സീറ്റിലേക്ക് ഇപ്പോൾ 10 സീറ്റേ കിട്ടുള്ളൂ. BJP കിട്ടുക 110 സീറ്റ് കിട്ടും. ഈ 110 സീറ്റ് കിട്ടുന്നത് കൂടാതെ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് കൂടി ഉണ്ടാവും, നോമിനേറ്റ് ചെയ്യാവുന്ന മെമ്പേഴ്സ്. BJPക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള, ഇപ്പോൾ വിരമിച്ചിട്ടുള്ള രാജ്യസഭാ MPമാരിൽ പലരും നോമിനേറ്റഡ് ആളുകളാണ്. അപ്പോൾ കുറച്ച് പേര് നോമിനേറ്റ് ചെയ്യാം. നോമിനേറ്റ് ചെയ്താൽ അവർക്ക് പാർട്ടി ഇല്ലെങ്കിലും അവരെന്തെങ്കിലും സ്വാഭാവികമായിട്ടും BJP സർക്കാരിനാണ് പിന്തുണയ്ക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് BJD ആണ്. ഇപ്പോൾ 113 കടന്നാൽ പോലും ഈ BJD സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. BJDയുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. കാരണം മുമ്പ് BJD അംഗങ്ങൾ BJP സർക്കാരിനെ സപ്പോർട്ട് ചെയ്തതാണ്. 11 രാജ്യസഭാ MPമാരുണ്ട് BJDക്ക്. ആ BJD ഇത്തവണ BJP സപ്പോർട്ട് ചെയ്യില്ല. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ 113 കടത്താൻ കഴിഞ്ഞേക്കും, നോമിനേറ്റഡ് അംഗങ്ങളൊക്കെ വെച്ച് കടത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ് രാജ്യസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ബില്ല് പഴയതുപോലെ പാസ്സാക്കാനുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ 19 പേരുടെ ഒഴിവ് നികത്തുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 10 പേരെ BJP കിട്ടാൻ പോകുന്നുള്ളൂ. എങ്കിൽ പോലും ഈ പറയുന്ന 111 ആവുള്ളൂ. 10 പേര് കിട്ടിയാൽ 111 ആവുള്ളൂ, 113 ആവില്ല. പിന്നെയുള്ള നോമിനേറ്റഡ് അംഗങ്ങളാരെങ്കിലും പിന്തുണച്ച് വേണം ഇത് മറികടക്കാൻ വേണ്ടി. അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നഷ്ടങ്ങളാണ് കൂടുതൽ BJP വരാനുള്ള സാധ്യത. മഹാരാഷ്ട്രയും ഹരിയാനയൊക്കെ എടുത്താൽ തന്നെ നഷ്ടങ്ങളാണ് വരാൻ സാധ്യത. പിന്നീടും ഈ രാജ്യസഭാംഗങ്ങൾ വിരമിക്കും. പിന്നീട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ, ഇനി അടുത്ത 5 വർഷം ഭരിക്കണമല്ലോ, ആ വർഷങ്ങളിൽ ഈ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഒന്നും രണ്ടും മോദി സർക്കാരിൽ കണ്ടതുപോലെയുള്ള വലിയ റവല്യൂഷണറി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ സാധ്യമല്ല. അങ്ങനെ നടത്തിയിട്ടുള്ള ഒന്നിപ്പോൾ GST റോൾ ഔട്ട് ചെയ്തത്, മറ്റൊന്ന് CAA കൊണ്ടുവന്നത്, ആർട്ടിക്കിൾ 370യുടെ കാശ്മീർ എൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത്, ഇങ്ങനെയുള്ള റവല്യൂഷണറി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നിയമനിർമ്മാണം അവർക്ക് സാധ്യമല്ലാതിരിക്കുക എന്നുള്ള അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അങ്ങനെ റവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമനിർമ്മാണം ഇനി അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതുകൂടിയാണ്. കാരണം അവരുടെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ ആയിരുന്നത് അതെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞു. കാരണം RSSൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു അതെല്ലാം. ഈ കശ്മീരിൻ്റെ പ്രത്യേക പദവി, അതുപോലെ പൗരത്വ നിയമം, ഇതൊക്കെ RSSൻ്റെ ആവശ്യങ്ങളാണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു എന്താണ് സിവിൽ കോഡ് ഭരണഘടനാ ഭേദഗതി നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ശേഷിയും ശേമുഷിയും NDAക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിനുള്ള ശക്തിയില്ല. ആ ഒരു ആത്മവിശ്വാസക്കുറവ് മൊത്തം സർക്കാരിൻ്റെ ബോഡി ലാംഗ്വേജിലും നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഈ അധികാരം ഏറ്റെടുത്ത് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ 16 ദിവസമായല്ലോ. 6 ദിവസമായിട്ട് മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണ ചടങ്ങിൽ, ആശീർവാദ ചടങ്ങിൽ വന്നിരുന്നു നരേന്ദ്രമോദി. നമ്മൾ എത്ര പത്രങ്ങളിൽ, എത്ര മാധ്യമങ്ങളിൽ അത് വന്നത് വാർത്തയായി കണ്ടു. പടം പോലും കണ്ടു. മുമ്പായിരുന്നെങ്കിൽ നാഷണൽ മീഡിയ ഉൾപ്പെടെ, മലയാളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ലൈവായി അദ്ദേഹം ആ കല്യാണത്തിൽ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു മണിക്കൂർ പങ്കെടുക്കുന്നില്ല, 1 മണിക്കൂർ പൂർണ്ണമായിട്ടും കൊടുക്കുമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോദിജി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പറഞ്ഞത്? ടെമ്പോയിൽ അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ കല്യാണത്തിന് പോകുന്നത്. കള്ളപ്പണക്കാരനാണ് മുകേഷ് അംബാനി എന്ന് പറഞ്ഞിട്ട് ആണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഒരു നിസ്സഹായാവസ്ഥയാണ്. നാണക്കേട് മാത്രമല്ല, നിസ്സഹായാവസ്ഥയാണ്. കാരണം കൈയൊഴിയാനും പറ്റില്ല. അതായത് പഴയ മോദി അസ്തമിച്ചിരിക്കുന്നു, പഴയ BJPയും പഴയ NDAയും അസ്തമിച്ചിരിക്കുന്നു. ഇതൊരു പുതിയ വേർഷനാണ്. ആ വേർഷൻ മാരകമാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പല രീതിയിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോഡി 1 and 2 ആയിരിക്കില്ല ഒരു കാര്യത്തിലും, ഒരു കാരണവശാലും മോഡി 3 എന്ന് പറയുന്നത്.